ഇന്ത്യൻ ജനാധിപത്യം കളങ്കപ്പെടുത്തുന്നവരെ വെറുതെ വിടാനാകില്ലെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പിച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. തുടരെ തുടരെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിരോധത്തിലാക്കുന്ന ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി BJP സർക്കാരിനെയും ഇങ്ങനെ വട്ടം കറക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ വലിയ ബോംബുമായി അല്ലെങ്കിൽ ഗുരുതരമായ ആരോപണവുമായിട്ടാണ് ഇന്ന് വീണ്ടും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നത്. എല്ലാ തെളിവുകളും നിരത്തിക്കൊണ്ടുള്ള വളരെ വിശദമായ ഒരു അവലോകനം തന്നെയാണ് അദ്ദേഹം പത്രങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത്. വോട്ടുകൊള്ള നടത്തുന്നവരെ സഹായിക്കുകയാണ് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. AICC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളും വിശദീകരണങ്ങളും വന്നത്. വോട്ടുകൊള്ളയ്ക്ക് 101% തെളിവുണ്ട് എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുമ്പോൾ വലിയൊരു ചോദ്യചിഹ്നമായി ഇന്ത്യൻ ജനാധിപത്യം മാറുന്നു എന്നുള്ളതാണ് സത്യം. കർണാടക സംസ്ഥാനത്തെ അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള വോട്ടുകളെക്കുറിച്ചാണ് അദ്ദേഹം വളരെ വ്യക്തമായി പ്രതിപാദിച്ചത്. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരെ വളരെ ആസൂത്രിതപരമായി നീക്കം ചെയ്യുന്നതാണ് ഈ തട്ടിപ്പെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ആസൂത്രിതമായി നീക്കിയെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി വോട്ട് നഷ്ടപ്പെട്ടവരെ വേദിയിലെത്തിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ വളരെ വ്യക്തമായ തെളിവ് പുറത്തുവിട്ടിരിക്കുന്നു. 6018 വോട്ടുകളാണാകെ ആ മണ്ഡലത്തിൽ നിന്നും കാണാതായിരിക്കുന്നത്. അതായത് 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന സുഭാഷ് പട്ടീദാർ അന്ന് കോൺഗ്രസിൻ്റെ BR പട്ടീലിനെ തോൽപ്പിച്ചത് വെറും 697 വോട്ടുകൾക്ക് മാത്രമാണ് എന്നത് തന്നെ ആർക്കാണ് ഈ വോട്ട് മോഷണം കൊണ്ട് ഗുണം ലഭിച്ചത് എന്നവിടെ വ്യക്തമാവുകയാണ്. സത്യത്തിൽ ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. നമുക്കറിയാം, ബീഹാറിൽ മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 65 ലക്ഷത്തോളം വോട്ടുകൾ കാണാതായിരിക്കുന്നു അല്ലെങ്കിൽ കുറവ് വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിനിടയിൽ അവിടെ വലിയൊരു പ്രക്ഷോഭവുമായി സമരവുമായി രംഗത്ത് വന്ന രാഹുൽ ഗാന്ധി വലിയൊരു ആവേശമാക്കി ഇന്ത്യ മുന്നണിയെ തന്നെ ബീഹാറിൽ മാറ്റിയിരിക്കുന്നത് ഈ കാരണം കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഒരു ഭാഗത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിന് കളങ്കം വരുമ്പോൾ അത് ജനങ്ങൾ അറിയുന്നതോടുകൂടി തീർച്ചയായും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും അത് ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഓരോ തെളിവ് നിരത്തിയുള്ള ആരോപണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ കാത്തു സൂക്ഷിക്കേണ്ടത്. അവർ തന്നെ അതിന് തയ്യാറാകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം മാറിയത് രാഹുൽ ഗാന്ധി തുറന്നു കാട്ടിയതോടെ ഒരിക്കൽ കൂടി ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ കളങ്കം ലോകമറിയുകയും അവിടെ BJP സർക്കാർ പ്രതിരോധത്തിലാകുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നും വ്യക്തമായിരിക്കുന്നത്.